نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى فاتقوا الله إن الله خبير بما تعملون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുന്ന 9 സാരോപദേശങ്ങളെ കുറിച്ചാണ് റമദാന് മുമ്പ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരുന്നത്. സൂറത്തുൽ അൻആമിന്റെ 151, 152, 153 ഈ 3 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന 9 നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളായി സമർപ്പിക്കുകയുണ്ടായി. അതിൽ 7 ഉപദേശങ്ങൾ 7 ആഴ്ചകളിലായി നമ്മൾ ചർച്ച ചെയ്തു. അല്ലാഹുവിനോട് ശിർക്ക് വെക്കാൻ പാടില്ല, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ അറുകൊല ചെയ്യാൻ പാടില്ല, ബാഹ്യവും ആന്തരികവുമായ വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അനാഥരുടെ സമ്പത്തിനെ അന്യായമായി കയ്യേറ്റം ചെയ്യരുത്, നീതിയോടുകൂടിയായിരിക്കണം ആ സമ്പത്തിൽ സമീപനം നടത്തേണ്ടുന്നത്, ഒരു ശരീരങ്ങളെയും അന്യായമായി കൊലപാതകം ചെയ്യരുത്, അളവിലും തൂക്കത്തിലും കൃത്യത പാലിക്കണം. ഈ 7 വിഷയങ്ങൾ 7 ആഴ്ചകളിലായി നമ്മൾ സവിസ്തരം ചർച്ച ചെയ്യുകയുണ്ടായി. 8ാമതായി അല്ലാഹു സൂറത്തുൽ അൻആമിൽ സത്യവിശ്വാസിക്ക് നൽകുന്ന ഉപദേശം, നിങ്ങൾ ഓരോരുത്തരും നീതിയോടുകൂടിയായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത്. അല്ലാഹു പറയുന്നത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതി പാലിക്കണം, നിങ്ങൾ പ്രവൃത്തിയിൽ നീതി പാലിക്കണം, വീട്ടിൽ നീതി പാലിക്കണം, സമൂഹത്തിൽ നീതി പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെയും നിയോഗിച്ചയക്കുകയും വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തതിന്റെ ഒരു ലക്ഷ്യം തന്നെ
മാനവ സമൂഹം പരസ്പരം നീതിയോടെ വർത്തിക്കലാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു അറിയിക്കുന്നുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ, അല്ലാഹു പറയാണ് തീർച്ചയായും നാം പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചു. വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നാം വേദഗ്രന്ഥത്തിനെ ഇറക്കുകയും തുലാസിനെ ഇറക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ലിയഖൂമന്നാസു ബിൽ ഖിസ്തി, ജനങ്ങൾ നീതിയോടെ നിലയുറപ്പിക്കാൻ വേണ്ടി. നീതിയിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുമ്പോഴാണ് വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നത്, കുടുംബത്തിൽ അസ്വാര്യങ്ങൾ ഉണ്ടാകുന്നത്, സമൂഹത്തിൽ വലിയ വലിയ ഗുരുതരമായ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നത്. മനുഷ്യൻ എല്ലാ വിഷയത്തിലും സന്തുലിതാവസ്ഥ, നീതി പാലിച്ചു കഴിഞ്ഞാൽ അവൻ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സമുദായത്തിലും സമൂഹത്തിലും സന്തുലിതാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങളിലും നീതിയെ വളരെ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. മനുഷ്യൻ അവന്റെ ശരീരത്തിൽ പാലിക്കേണ്ടുന്ന നീതി എന്താണ്? അനുവദനീയമായ അന്നപാനീയങ്ങൾ നൽകണം, ശരീരത്തിനെ സംരക്ഷിക്കണം, ആരോഗ്യത്തോടുകൂടി നിലനിർത്തണം. ബുഖാരി ശരീഫിലും മുസ്ലിം ശരീഫിലും ഉള്ള ഒരു റിവായത്താണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ വ്യാപൃതനായിരിക്കുകയാണ്. ഭാര്യ ഉമ്മു ദർദാ വളരെ പഴകിയ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ എവിടെ പോയി? ഭാര്യയായ ഉമ്മു ദർദാ പറഞ്ഞു, അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ വ്യാപൃതനാണ്, അദ്ദേഹം എന്നെ സമീപിക്കാറില്ല, എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാറില്ല. കണ്ടില്ലേ, ഞാൻ പഴകിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ നമസ്കരിച്ചു കഴിഞ്ഞിട്ട് കണ്ട് സംസാരിച്ചു. ഭക്ഷണം തയ്യാറാക്കി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതിഥിയാണ്, നിങ്ങൾ ആതിഥേയനാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നിപ്പോ സുന്നത്തായ നോമ്പായിരിക്കും, നിങ്ങൾ നോമ്പ് മുറിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു അതിഥിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നോമ്പ് ഉപേക്ഷിക്കാൻ തയ്യാറായി, കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചു. രാത്രിയായപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ വിശ്രമിക്കാൻ വേണ്ടി കിടക്കറ സംവിധാനം ചെയ്തു. എന്നിട്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അബൂദർദാ പറഞ്ഞു, ഞാൻ വിശ്രമിക്കാൻ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ോട് വിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു. അബൂദർദാ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ വേണ്ടി ഒരുമ്പെട്ടപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വിശ്രമിക്കില്ല, നിങ്ങളും വിശ്രമിക്കുന്നത് വരെ. അങ്ങനെ പിന്നീട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ അതിഥിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിശ്രമിക്കുകയുണ്ടായി. അബൂദർദാ റളിയല്ലാഹു അൻഹു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിശ്രമിക്കുകയുണ്ടായി. രാവിലെ എഴുന്നേറ്റപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകുകയാണ്. അബൂദർദാ, നിങ്ങൾ പകലെല്ലാം നോമ്പെടുക്കുന്നു, രാത്രിയെല്ലാം നമസ്കരിക്കുന്നു എങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിനോടുള്ള കടമ പാലിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യയോടുള്ള കടമ പാലിക്കുന്നത്? അതുകൊണ്ട് ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖൻ, തീർച്ചയായും നിന്റെ റബ്ബിനോട് നിനക്ക് കടപ്പാടുണ്ട്, അവനെ ഇബാദത്ത് എടുക്കണം. വലിസൗജിക അലൈക ഹഖ്ഖുൻ, നിന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുണ്ട്. വലിനഫ്സിക അലൈക ഹഖ്ഖുൻ, നിന്റെ ശരീരത്തിനോട് നിനക്ക് കടപ്പാടുണ്ട്. ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു, ഓരോരുത്തർക്കും കൊടുക്കേണ്ടുന്ന അവകാശങ്ങളും ഓരോരുത്തർക്കും നൽകേണ്ടുന്ന കടമകളും കൃത്യമായി പാലിക്കണം. ഈ വിഷയം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലെത്തി സമർപ്പിക്കുകയുണ്ടായി.
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സദഖ സൽമാൻ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സഹാബിയുടെ വിഷയത്തിൽ മാത്രമല്ല ഇക്കാര്യം അംഗീകരിച്ചത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പകലെല്ലാം നോമ്പെടുക്കുകയും രാത്രി വിശ്രമിക്കാതെ രാത്രിയെല്ലാം നമസ്കാരത്തിൽ വ്യാപൃതനാകുകയും ചെയ്തപ്പോ ഓരോ രാത്രിയിലും ഒരു വട്ടം ആദ്യം മുതൽ അവസാനം വരെ ഖുർആൻ ഓതി തീർക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇടക്കിടക്ക് നിങ്ങൾ നോമ്പ് വെച്ചുകൊണ്ടേയിരിക്കുക, ഇടക്കിടക്ക് നോമ്പ് ഉപേക്ഷിച്ചുകൊണ്ടേയിരിക്കുക, രാത്രി വിശ്രമിക്കണം, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയോട് പറഞ്ഞു, ഇന്നലി നഫ്സിക അലൈക ഹഖ്ഖൻ വലിസൗജിക അലൈക ഹഖ്ഖൻ, തീർച്ചയായും നിന്റെ ശരീരത്തിനോട് നിനക്ക് കടപ്പാടുണ്ട്, നിന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുണ്ട്. മനുഷ്യൻ അവന്റെ ശരീരത്തിനോട് നീതിയുക്തമായി സന്തുലിതമായ പെരുമാറ്റം നടത്തണം. അതുപോലെ തന്നെ ഭാര്യമാരോടും നീതിയുക്തമായ പെരുമാറ്റമായിരിക്കണം ശീലിക്കേണ്ടത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ബഹുഭാര്യത്വത്തിന് അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ ഭാര്യമാരോട് നീതിയോടെ വർത്തിക്കണമെന്ന നിർദ്ദേശവും ഉണ്ട്. فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع, നിങ്ങൾക്ക് പരിശുദ്ധവതികളായ 2, 3, 4 ഭാര്യമാരെ വിവാഹം ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ സഖികളാക്കാം. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലൂ, ഇനി ഒന്നിലധികം ഭാര്യമാരോട് നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല എങ്കിൽ ഫവാഹിദതൻ, ഒരു ഭാര്യയെ കൊണ്ട് നിങ്ങളുടെ വികാര വിചാരങ്ങളെ സായുജ്യമടക്കണം. ഔ മാ മലകത് ഐമാനുകും, അല്ലെങ്കിൽ നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളുമായി നിങ്ങളുടെ വികാര വിചാരങ്ങൾ പങ്കുവെക്കാം. ദാലിക അദ്നാ അല്ലാ തഊലു, ഭാര്യമാരെ ഒന്നിലധികം വെച്ചുകൊണ്ട് അതിക്രമം പ്രവർത്തിക്കാതിരിക്കാൻ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും മഹത്തരമായത്. ഭാര്യമാർ ഒന്നിലധികം ഉണ്ട് എങ്കിൽ അവരോട് നീതി പാലിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹൃദയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹായോട് സ്നേഹം കൂടുതലായിരുന്നു. എന്നാൽ ഈ ഹൃദയത്തിലുള്ള സ്നേഹത്തിന്റെ പേരിൽ കൂടുതൽ ദിവസം ആയിഷയുടെ കൂട്ടത്തിൽ നബിതങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നില്ല. ആയിഷയ്ക്ക് കൊടുക്കുന്ന അതേ സാമ്പത്തികമായ ചെലവ് മറ്റു ഭാര്യമാർക്ക് നൽകും. ആയിഷ റളിയല്ലാഹു അൻഹാക്ക് നൽകുന്ന ദിവസങ്ങൾ അതുപോലെ മറ്റു ഭാര്യമാർക്ക് നൽകുമായിരുന്നു. മക്കളുടെ വിഷയത്തിൽ നീതി പാലിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന ഒരു സഹാബി, ബുഖാരി ശരീഫിലും മുസ്ലിം ശരീഫിലും നസായി ശരീഫിലും ഒക്കെ ഉള്ള റിവായത്താണ്. ആ സഹാബിക്ക് പിതാവായ ബസീർ ഇബ്നു സഈദ് അൽ അൻസാരി ഒരു ഗിഫ്റ്റ് നൽകി, ഒരു സംഭാവന നൽകി. സഹാബിയുടെ ഭാര്യ ഈ നുഅ്മാൻ ഇബ്നു ബസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ അംറത്ത് ബിൻ റവാഹ ഭർത്താവായ ബസീർ ബിൻ സഈദ് അൽ അൻസാരിയോട് ചോദിക്കുകയുണ്ടായി, പറയുകയുണ്ടായി, ലാ അർളി അൻക ഹത്താ തുസ്ഹിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിപ്പോ നിങ്ങളുടെ മകൻ, എന്റെ മകന് ഒരു സംഭാവന നൽകിയിരിക്കുകയാണ്, ഒരു ഗിഫ്റ്റ് നൽകിയിരിക്കുകയാണ്, ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ്. പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് നിങ്ങൾ ഇത് അംഗീകാര സർട്ടിഫിക്കറ്റ് നേടുന്നത് വരെ ഞാനിത് അംഗീകരിക്കില്ല. ഭാര്യയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ബസീർ ബിൻ സഈദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മകനൊരു ഗിഫ്റ്റ് നൽകിയിരിക്കുകയാണ്, ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ്.
എന്റെ ഭാര്യ അത് കണ്ടപ്പോൾ നിങ്ങളിൽ നിന്ന് അംഗീകാര സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ ഈ ഒരു മകന് നൽകിയ ഗിഫ്റ്റ് സമ്മാനം മറ്റു മക്കൾക്ക് നൽകിയോ? സഹാബിയായ ബസീർ ബിൻ സഈദ് അൻസാരി പറഞ്ഞു, എനിക്ക് മറ്റു മക്കൾക്ക് നൽകാനുള്ള സമ്മാനവും സംഭാവനയുടെ തുകയും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മകന് മാത്രം ഞാൻ നൽകിയതാണ്. നുഅ്മാൻ ബിൻ ബശീറിന് മാത്രമേ നൽകിയിട്ടുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സന്ദർഭത്തിൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉപ്പമാർക്ക്, രക്ഷകർത്താക്കൾക്ക് നൽകുന്ന നിർദ്ദേശമാണ് ഇത്തഖുല്ലാഹ് വഅദിലൂ ബൈന ഔലാദികും. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, മക്കളുടെ ഇടയിൽ നീതിയോടെ വർത്തിക്കണം. എല്ലാ മക്കൾക്കും തുല്യമായിട്ടായിരിക്കണം സ്വത്ത് വീതം വെക്കേണ്ടത്. എല്ലാ മക്കൾക്കും തുല്യമായിട്ടായിരിക്കണം സമ്പത്ത് നൽകേണ്ടുന്നത്. ബശീർ ബിൻ സഈദ് അൻസാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി മകന് കൊടുത്ത ആ ഗിഫ്റ്റ് അങ്ങനെ തന്നെ മടക്കി വാങ്ങുകയുണ്ടായി. നുഅ്മാൻ ബിൻ ബശീറിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാവർക്കും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് മാത്രം ഈ സംഭാവന നൽകൽ, ഈ സമ്മാനം നൽകൽ ഒരു അനീതിയാണ്. അതുകൊണ്ട് അതിനെ മടക്കി വാങ്ങുകയുണ്ടായി. മക്കളുടെ ഇടയിൽ നീതിയോടുകൂടിയായിരിക്കണം വർത്തിക്കേണ്ടത്. ജീവിതകാലത്ത് മക്കൾക്ക് സ്വത്ത് വിഹിതം ചെയ്യുമ്പോൾ ആൺമക്കൾക്കും പെൺമക്കൾക്കും തത്തുല്യമായിട്ട് സ്വത്ത് വിഹിതം ചെയ്യണം, സമ്പത്ത് വിഹിതം വെക്കണം. അതുപോലെ എല്ലാ മനുഷ്യരോടും നീതിയോടുകൂടി വർത്തിക്കണം. ആരോടും അക്രമം പ്രവർത്തിക്കാൻ പാടില്ല. എന്തെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നീതിയിൽ നിന്ന് താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വ്യതിചലിക്കാൻ വേണ്ടി പാടില്ല. മനുഷ്യൻ എപ്പോഴും നീതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് രഹസ്യമായും പരസ്യമായും മറ്റൊരാൾക്ക് ദ്രോഹമേൽപ്പിക്കുന്ന അക്രമം പ്രവർത്തിക്കുന്നത് രണ്ട് കാരണങ്ങളുടെ പേരിലാണ് എന്ന് ഖുർആൻ പറയുന്നു. ഒന്ന്, ആരോടെങ്കിലും കക്ഷി ചേരുന്നതിന്റെ പേരിൽ. ചിലർക്ക് കുടുംബത്തിനോട് വല്ലാത്ത താല്പര്യമായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിന്റെ കൂട്ടത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും മൂടിപടങ്ങൾ ഉണ്ടാകും. അവരുടെ അക്രമങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സംവിധാനം. മറ്റു ചിലർക്കാണ് എങ്കിൽ സ്നേഹിതന്മാരോട് താല്പര്യം ഉണ്ടാവും. ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും അവൽ വാലിദൈനി വൽ അഖറബീൻ إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയോടുകൂടി നിലയുറപ്പിക്കണം. ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിന്റെ സാക്ഷികളാകണം. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി സാക്ഷിത്വം നൽകണം. വലൗ അലാ അൻഫുസികും, അത് നിങ്ങളുടെ ശരീരങ്ങൾക്കെതിരിലാണ് എങ്കിലും നീതി മറ്റൊരു ഭാഗത്താണ് എങ്കിൽ അക്കാലത്തായിരിക്കണം, ആ ഭാഗത്തായിരിക്കണം നിങ്ങൾ നിലയുറപ്പിക്കേണ്ടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ സഹാബിമാർക്ക് പലപ്പോഴും സ്വന്തം ശരീരങ്ങൾക്കെതിരിൽ സാക്ഷിത്വം വരേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ നിയമം എവിടെയാണ് എന്ന് നോക്കി ആ ഭാഗത്ത് സഹാബാക്കളായ മഹാരഥന്മാർ നിലയുറപ്പിക്കുകയുണ്ടായി. അംർ ബിൻ സമറത്ത് ബിൻ ഹബീബ് ബിൻ അബ്ദു ശംസ് എന്ന് പറയുന്ന സഹാബി ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് തഹിർനി ഫഇന്നി സറഖ്തു ജമലൻ ലിബനി ഫുലാനി.
അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ഗോത്രത്തിൽപ്പെട്ട ഒരാളുടെ ഒട്ടകം ഞാൻ മോഷണം നടത്തിയിരിക്കുകയാണ്, എന്നെ ആ മോഷണ കുറ്റത്തിൽ നിന്ന് നിങ്ങൾ പരിശുദ്ധനാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമുറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിബിധങ്ങൾ എടുക്കൽ വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇദ്ദേഹം പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിച്ചു. അപ്പോ ആ ഗോത്രത്തിൽപ്പെട്ട ഇദ്ദേഹം പറഞ്ഞ സഹാബി പറഞ്ഞ വീട്ടിൽ നിന്നൊരു ഒട്ടകം മോഷണം പോയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മോഷണ കുറ്റത്തിന്റെ ശിക്ഷയായ കൈ ഛേദിക്കുക, കൈ മുറിക്കുക എന്ന ശിക്ഷാ നടപടി നടപ്പാക്കുകയാണ്. ആ സഹാബി ശരീരത്തിൽ നിന്ന് കൈ ഛേദിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനി മിൻക വഇന്നക ഖദ് അറദ്ത അൻ തദ്ഖുലി ജസദി അന്നാർ. അല്ലാഹുവിനാണ് ഞാൻ സ്തുതികൾ അർപ്പിക്കുന്നത്. അവൻ നിന്നെ എന്നിൽ നിന്ന് പരിശുദ്ധമാക്കിയിരിക്കുകയാണ്. നീ എന്റെ മുഴുവൻ ശരീരത്തെയും നരകത്തിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് വലിച്ചിടാൻ അടുത്തു. എന്നാൽ മോഷണ കുറ്റമാകുന്ന കൈമുറിക്കുക എന്ന ശിക്ഷാ നടപടിക്ക് ഞാൻ വിധേയനായപ്പോൾ അള്ളാഹു എന്റെ ശരീരത്തിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചല്ലോ. ഈ രൂപത്തിൽ സ്വന്തം ശരീരത്തിനെതിരിലാണ് ശരീഅത്ത് എങ്കിൽ ആ ശരീരത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കും എന്ന് ഭയന്നുകൊണ്ട് ഒരിക്കലും ശരീഅത്തിനെതിരായ സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കരുത്. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും എതിരിലാണ് എങ്കിലും മാതാവിന്റെയും പിതാവിന്റെയും ഭാഗത്തല്ല നീതിയെങ്കിൽ നീതി എവിടെയാണോ അവിടെയാണ് നിലയുറപ്പിക്കേണ്ടുന്നത്. ബന്ധുമിത്രാദികളുടെ ഭാഗത്ത് നീതിയില്ല എങ്കിൽ നീതി എവിടെയാണോ അവിടെയാണ് നിലയുറപ്പിക്കേണ്ടുന്നത്. സമ്പന്നരാണെങ്കിലും ദരിദ്രരാണ് എങ്കിലും സമ്പന്നരുടെ ഭാഗത്ത് അനീതിയാണ് എങ്കിൽ നീതി ദരിദ്രരുടെ ഭാഗത്താണ് എങ്കിൽ അവിടെയായിരിക്കണം നീ നിലയുറപ്പിക്കേണ്ടുന്നത്. സമ്പന്നരുടെ ഭാഗത്ത് അനീതി ഇസ്ലാം മറുഭാഗത്താണ് എങ്കിൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമത്തിന്റെ കൂട്ടത്തിലായിരിക്കണം നീ ഉണ്ടാകേണ്ടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് മഖ്സൂമിയ ഗോത്രക്കാര്, ബുഖാരി ശരീഫിലുള്ള റിവായത്ത്, വലിയ കുടുംബക്കാരായിരുന്നു, വലിയ ഗോത്രക്കാരായിരുന്നു, വലിയ സമ്പന്നരായിരുന്നു. ആ ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീ മോഷണം നടത്തി. ആ ഗോത്രക്കാർക്ക് എത്ര വലിയ അഭിമാനക്ഷതമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. കുബേര കുടുംബത്തിൽപ്പെട്ട സമ്പന്നരാണ് എന്ന് അറിയപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ മോഷണം നടത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മോഷണത്തിന്റെ ശിക്ഷാ നടപടിയാകുന്ന കൈമുറിക്കുക എന്ന തീരുമാനവും എടുത്തു കഴിഞ്ഞു. ആ ഗോത്രക്കാർ ഒരുമിച്ച് കൂടി ആലോചന നടത്തി. ഈ മോഷണ കുറ്റത്തിന്റെ പേരിൽ ആക്ഷൻ എടുക്കുന്നത് പരസ്യമായിട്ടായിരിക്കും. മുഴുവൻ അറേബ്യയിലെ ഗോത്രക്കാർ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ മോഷ്ടിച്ചു എന്നറിയും. എന്ന് മാത്രമല്ല, ഗോത്രത്തിനോ കുടുംബത്തിനോ സമ്പന്നതയ്ക്കോ യാതൊരു സ്ഥാനവുമില്ല എന്ന് ധരിക്കും. കാരണം സമ്പന്നരായിട്ട് കൂടി യാതൊരു പരിഗണനയുമില്ലാതെ കുറ്റം പ്രവർത്തിച്ചതിന്റെ പേരിൽ കൈ ഛേദിക്കപ്പെടുക എന്ന് പറയുന്ന ഗുരുതരമായ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കപ്പെടുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഈ ശിക്ഷയിൽ നിന്ന് സ്ത്രീക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടി ആരെയെങ്കിലും ശുപാർശ ചെയ്യിപ്പിക്കണം. ആരാ ശുപാർശ ചെയ്യുന്നത്? എല്ലാവരും പറഞ്ഞു, ഉസാമത്ത് ഇബ്നു സയ്യിദ് ഹിബ്ബു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹിതനായ ഉസാമത്ത് ഇബ്നു സയ്യിദിനെ നമുക്ക് സമീപിക്കാം. സഹാബിയെ സമീപിച്ചു, സഹാബിയോട് ആവശ്യം ഉന്നയിച്ചു. സഹാബി പോയി ആ ഗോത്രക്കാരുടെ ആവശ്യം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ സമർപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസാമത്ത് ബിൻ സയ്യിദിനോട് ചോദിക്കുകയാണ്, തശ്ഫഉ ഫീ ഹദ്ദി മിൻ ഹുദൂദില്ലാഹ്. അല്ലാഹുവിന്റെ ഹദ്ദുകളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നോട് ശുപാർശ ചെയ്യുകയാണോ? ഗോത്രത്തിന്റെയും സമ്പന്നതയുടെയും പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാമുഖ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി മിമ്പറിനെയും മെഹ്റാബിനെയും തെരഞ്ഞെടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മിമ്പറിന്റെ മുകളിൽ കയറി അന്തും സലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണം. ഇന്നമാ അഹ്ലക മൻ കാന ഖബലകും ഇദാ സറഖ ഫീഹിമുശ് ശരീക് തറകൂഹു
وإذا سرق فيهم الضعيف قاموا عليه الحدود وأيم الله وأن فاطمة بنت محمد سرقت لقطعت يدها. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മുൻകഴിഞ്ഞ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുരാചാരമാണ്, അവരിലെ സമ്പന്നരായ ആൾക്കാർ മോഷണം നടത്തി കഴിഞ്ഞാൽ അവരുടെ സമ്പത്തിന്റെ പടപടപ്പിന്റെ പേരിൽ ആ മോഷണ കുറ്റത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുമായിരുന്നു. ഏതെങ്കിലും പാവപ്പെട്ടവൻ മോഷണം നടത്തി കഴിഞ്ഞാൽ അവന്റെ പേരിൽ, മോഷണത്തിന്റെ പേരിലുള്ള കുറ്റം അവന്റെ മേൽ ചാർത്തുകയും ആ കുറ്റത്തിന്റെ ശിക്ഷാ നടപടിക്ക് അയാളെ വിധേയമാക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു, വലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത്, എന്റെ മകൾ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാലും ലഖതഅതു യദഹാ, ആ ഫാത്തിമയുടെ കരം ഞാൻ ഛേദിക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. ഇയകുന ഗനിയൻ ലൗ ഫഖീറാ, സമ്പന്നരാണെങ്കിലും ദരിദ്രരാണ് എങ്കിലും സമ്പന്നരുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട്, കക്ഷി ചേർന്നുകൊണ്ട് പല കാര്യങ്ങളിൽ നീതിയിൽ നിന്ന് വ്യതിചലിക്കുക എന്നത് മുതലാളിത്ത സംവിധാനമാണ്. ലോകത്ത് തകർന്നടിഞ്ഞു പോയ ഒരു സംവിധാനമാണ് മുതലാളിത്തം. മുസോളിനിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു പ്രസ്ഥാന സംവിധാനം. ഇനി ദരിദ്രർക്ക് എന്ത് ചെയ്യുക? പരിഗണന നൽകുക. പാവപ്പെട്ടവൻ എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും, എന്ത് തിന്മകൾ പ്രവർത്തിച്ചാലും അവൻ പാവപ്പെട്ടവനല്ലേ, പടച്ചോൻ അവന്റെ ആ ദാരിദ്ര്യം കൊണ്ട് പരിഹരിക്കും. ഇത് കമ്മ്യൂണിസം എന്ന് പറയും. കാൾ മാർക്സും ലെനിനും ഒക്കെ ഉണ്ടാക്കിയ ഒരു സംവിധാനം. തൊഴിലാളി പ്രസ്ഥാനം. തൊഴിലാളികൾക്ക് എന്തുകൊണ്ട്, മുതലാളിമാർക്കോ യാതൊന്നുമില്ല. രണ്ടും ഇസ്ലാമില്ല. മുതലാളിത്വം ഇല്ല, അതുപോലെ തൊഴിലാളിത്വം ഇല്ല. മുതലാളിക്ക് ഇസ്ലാം അവകാശം നിശ്ചയിച്ചിട്ടുണ്ട്, തൊഴിലാളിക്ക് അവകാശം നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടുമ്പോൾ സന്തുലിതമായി ജനങ്ങൾ മുന്നോട്ട് ഗമിക്കും. അല്ലാഹുവാണ് നിങ്ങൾ ഈ ദരിദ്രരെക്കാളും സമ്പന്നരെക്കാളും പരിഗണിക്കേണ്ടുന്നവൻ. നിങ്ങൾ ഒരിക്കലും നീതിയിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട്. അങ്ങനെ തന്നെ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും സ്വാർത്ഥതകളുടെ പിന്നാലെ സഞ്ചരിക്കരുത്. നീതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന താല്പര്യങ്ങളെ എങ്ങനെ സായുജ്യമടയ്ക്കാം, അതിൽ ആര് തകർന്നാലും കുഴപ്പമില്ല, ആര് ഒതുക്കപ്പെട്ടു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കും. فلا تتبعوا الهوى أن تعدلوا اعدلوا, നിങ്ങൾ നീതിയോടെ വർത്തിക്കണം. എന്നിട്ട് അല്ലാഹു പറയാ, നിങ്ങൾ വളഞ്ഞ മാർഗം സ്വീകരിച്ചാൽ, അങ്ങനെ തന്നെ പറയുന്നു. തൽവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവും. നിങ്ങൾ അല്ലാഹുവിന്റെ ഇത്രയും കൃത്യമായ നിർദ്ദേശത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നു. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു. നിങ്ങൾക്കൊരു പക്ഷേ മനുഷ്യരെ തോൽപ്പിക്കാൻ പറ്റും, പക്ഷെ അല്ലാഹുവിനെ തോൽപ്പിക്കാൻ പറ്റൂല. നാളെ പടച്ചവന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കും. പലപ്പോഴും മനുഷ്യൻ നീതിയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ആരുമായിട്ടെങ്കിലും കക്ഷി ചേരുമ്പോഴാണ്. ആരുമായി നമുക്ക് എത്ര വലിയ അഭേദ്യമായ ബന്ധമുണ്ട് എങ്കിലും നീതി എവിടെയാണോ അവിടെയാണ് നിലയുറപ്പിക്കേണ്ടത്. രണ്ടാമത്, ഒരാളോടുള്ള അരിശം, ദേഷ്യം. ഒരാളോട് ദേഷ്യമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾ എത്ര ഉപകാരം ചെയ്താലും ഹൃദയത്തിന്റെ ഉള്ളിൽ അരിശം അങ്ങനെ തന്നെ നിലനിൽക്കും. അയാളോട് അക്രമം പ്രവർത്തി. ഖുർആൻ പറയുക, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്തി വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ.
ഇഅ്ദിലൂ വഅഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു പറയുകയാണ്, ഈ ആയത്തിൽ അങ്ങനെ തന്നെയാ പറയുന്നത്. നേരത്തെ സൂറത്തുൽ നിസാഇന്റെ ആയത്താണ്, ഇത് സൂറത്തുൽ മാഇദയുടെ 8-ാമത്തെ ആയത്ത്. ഇതിലെന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു? ഖിസ്തിന്റെ സ്ഥലത്ത് ലില്ല പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണ് നിലയുറപ്പിക്കേണ്ടുന്നത്. ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടിയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും സംഘടനകൾക്ക് വേണ്ടിയോ അല്ല, അല്ലാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ നിലയുറപ്പിക്കേണ്ടുന്നത്. ശുഹദാ ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയുടെ സാക്ഷികളാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടോ വ്യക്തിയോടോ ഉള്ള അരിശം നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അലാ അല്ലാ തഅദിലു, അവരോട് നീതിയോടെ വർത്തിക്കാതിരിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അതായത് അവരിൽ നിന്ന്, നീതിയിൽ നിന്ന് നിങ്ങൾ വിദൂരമായി പോകരുത്. അയാളുടെ വിഷയമാണെങ്കിൽ അയാൾ നമുക്ക് കുറച്ച് ശത്രുത ഉള്ള ആളാണ്. നിങ്ങൾ നീതിയോടുകൂടി വർത്തിക്കണം. അതാണ് വിശുദ്ധിയുമായി ഏറ്റവും അടുത്തിരിക്കുന്നത്. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കുന്ന നിസ്കരിക്കുക, നോമ്പെടുക്കുക. അള്ളാഹു പറയുന്നു, നീതിയോടുകൂടി വർത്തിക്കൽ തഖ്വയുമായി ഏറ്റവും അടുത്തിരിക്കും. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് നീതിയിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് കക്ഷിച്ചേരൽ, അത് ചിലപ്പോ കുടുംബവുമായിട്ടായിരിക്കും, ചിലപ്പോ സ്നേഹിതന്മാരുമായിട്ടായിരിക്കും, ചിലപ്പോ പ്രസ്ഥാനങ്ങളുമായിട്ടായിരിക്കും. നീതി എവിടെയാണോ അവിടെയായിരിക്കണം നാം ഉണ്ടാകേണ്ടത്. 2, ആരോടെങ്കിലുമുള്ള അരിശം, രോഷം, പക, വിദ്വേഷം, ശത്രുത, ഇതിന്റെ പേരിലും ആ ശത്രുവിന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ അവിടെയായിരിക്കണം നാം ഉണ്ടാകേണ്ടത് എന്നാ ഖുർആൻ പഠിപ്പിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ഉപദേശം നൽകിയപ്പോൾ 9 ഉപദേശങ്ങളിൽ 8-ാമത്തെ ഉപദേശമായി നൽകുന്നത്, നിങ്ങൾ നീതിയോടുകൂടി വർത്തിക്കണം. നിങ്ങൾ അളവിലും തൂക്കത്തിലും നീതി പാലിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും നീതിയോടുകൂടിയ വർത്തിക്കേണ്ടത്. അത് ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ശരി, നീതിയോടുകൂടിയായിരിക്കണം വർത്തിക്കേണ്ടത്. അൽ അദ്ലു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള നീതി അവൻ വ്യക്തിപരമായി വീട്ടിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, സമുദായത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനമായിരിക്കും, കുടുംബത്തിൽ സമാധാനമായിരിക്കും, സമൂഹത്തിൽ സമാധാനമായിരിക്കും. മനുഷ്യൻ സന്തുലിതമായ ജീവിതത്തിലൂടെ സ്വൈര്യമായി മുന്നോട്ട് ഗമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ശരിയായ കാര്യങ്ങൾ പഠിക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.